ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൂട്ടി ഇനി പശ്ചാത്താപം മാത്രമേ ശരണമുള്ളൂ. ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വാഗ്ദോഷം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ പരിഹാര ക്രിയകൾ ആരംഭിച്ചിരിക്കുകയാണ്. മണ്ഡലകാലത്തിന് മുന്നോടിയായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഉൾപ്പെടെ കേരളത്തിനകത്തും പുറത്തുമുള്ള 25 ക്ഷേത്രങ്ങളിലാണ് പ്രത്യേക വഴിപാടുകളും പൂജകളും നടത്തുന്നത്. 2018 ശബരിമലയിൽ ജ്യോതിഷ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്ന അഷ്ടമംഗല ദേവ പ്രശ്നത്തിലാണ് ക്ഷേത്രത്തിൽ വാഗ്ദോഷമുള്ളതായി കണ്ടെത്തിയത്. ദർശനത്തിനായി സന്നിധാനത്തെത്തിയ ഭക്തരോട് ക്ഷേത്രം ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്തതാണ് ഇതിന് കാരണമായി പ്രശ്നവിധിയിൽ തെളിഞ്ഞത്. ഈ ദോഷം പരിഹരിക്കുന്നതിനാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ വിപുലമായ പരിഹാര ക്രിയകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന മണ്ഡലകാലത്തിന് മുൻപ് തന്നെ പ്രശ്നവിധിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ പൂജകളും പൂർത്തിയാക്കാനാണ് ബോർഡിന്റെ തീരുമാനം. 2018 ദേവപ്രശ്ന വിധി പ്രകാരം കൊല്ലൂർ മൂകാംബികയിലും കാസർഗോഡ് ബേള കുമാരമംഗലം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും വഴിപാടുകൾ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂകാംബികയിൽ നാക്കും മണിയും നാരായവും സമർപ്പിച്ച വാഗ്ദോഷത്തിന് പരിഹാരക്രിയ ചെയ്തു. ഓഗസ്റ്റ് 3 നടന്ന നിറപുത്തരി ദിനത്തിൽ ശബരിമല അയ്യപ്പ സന്നിധിയിൽ വെച്ച് പൂജിച്ച മണിയാണ് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത്. വരാനിരിക്കുന്ന നവരാത്രി ഉത്സവത്തിന് ശേഷം ഇവിടെ മഹാപൂജയും നടക്കും. ഇതിനു പുറമെ കുമാരമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കാർത്തിക പൂജയും 1001 രൂപ മഹാകാണിക്ക സമർപ്പണവും പൂർത്തിയായി. വരും ദിവസങ്ങളിൽ ഇവിടെ പ്രത്യേക രംഗപൂജയും നടത്തുമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസ് വ്യക്തമാക്കി. മൂകാംബികയിലെ മഹാപൂജ നടക്കുന്ന ദിവസം തന്നെ കുമാരമംഗലത്ത് രംഗപൂജയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും ഇതിനുള്ള ബുക്കിംഗ് പൂർത്തിയായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ശാന്തകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസ് എന്നിവർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പൂജകൾക്കായി ക്ഷേത്രങ്ങളിൽ എത്തിയിരുന്നു. കണ്ണൂർ എടക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാകാണി സമർപ്പണവും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും നടത്തും. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം, ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ നിറമാല, നെയ്വിളക്ക്, പാൽപായസം, കാണിക്ക സമർപ്പണം തുടങ്ങിയവയാണ് പ്രധാന പരിഹാര ക്രിയകൾ. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മറ്റു പ്രധാന ക്ഷേത്രങ്ങളിലും വരും ദിവസങ്ങളിൽ സമാന രീതിയിൽ പൂജകൾ സംഘടിപ്പിക്കും. ശബരിമല ക്ഷേത്രത്തിനുണ്ടായ ദോഷങ്ങൾക്ക് ഇതിലൂടെ പൂർണ്ണ പരിഹാരമുണ്ടാകുമെന്നാണ് ദേവപ്രശ്നത്തിൽ പറയുന്നത്. പരിഹാര ക്രിയകൾ പൂർത്തിയാകുന്നതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സുവർണ്ണ കാലഘട്ടം ആരംഭിക്കുമെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മലയാളികളുടെ വികാരമാണ് ഭഗവാൻ അയ്യപ്പൻ. മലയാളികൾക്ക് മാത്രമല്ല, കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ ശബരിമല ശാസ്താവിന്റെ ഭക്തർ നിരവധിയാണ്. എന്നാൽ അവരെ എല്ലാവരെയും ഒരുപോലെ വേദനിപ്പിച്ചതായിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ഒക്കെ. എന്തായാലും ഇപ്പോൾ അവിടെ പിഴച്ചുപോയ ഒരു വാക്കിന്റെ പേരിലാണ് ഇപ്പോൾ ഇതുപോലെയുള്ള ഈ പരിഹാര ക്രിയകൾ നടക്കുന്നത്. എങ്ങനെയായാലും ശരി, ശബരിമല സന്നിധാനം പഴയ പവിത്രതയും പുണ്യവും തിരിച്ചു പിടിക്കണം എന്ന് തന്നെയാണ് ഓരോ ഭക്തന്റെയും ആഗ്രഹം. അതിനായിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ശ്രീ അയ്യപ്പന്റെ ഭക്തർ. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര നട ഓഗസ്റ്റ് 16 തുറക്കുക. 16 മുതൽ 21 വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടാകും. തുടർന്ന് ഓണം പൂജകൾക്കായി ഓഗസ്റ്റ് 24 വീണ്ടും നട തുറക്കും. 28 വരെയാണ് ഓണം പൂജകൾ. ന്യൂസ് ഡെസ്ക് കർമാനസ്.